മലപ്പുറം നിലമ്പൂരിൽ മോഷ്ടിച്ച സ്കൂട്ടറിലെത്തി യുവതിയുടെ മാല കവർന്ന മോഷ്ടാവരെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. കാട്ടുമുണ്ട സ്വദേശി പറമ്പൻ നജ്മലാണ് പിടിയിലായത്. കാട്ടുമുണ്ട മോലിപ്പടിയിൽ കടയിലെ ജീവനക്കാരിയായ ബിന്ദുവിന്റെ 3.25 പവന്റെ മാലയാണ് പ്രതി പൊട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ചത്. നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തൊട്ട കടയിലൊന്നും ആളുണ്ടായിരുന്നില്ല. ഒരാൾ വന്ന് സാധനം ചോദിച്ചു. ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുനിയുന്ന സമയത്ത് പെട്ടെന്ന് അയാൾ എൻ്റെ മാല പിടിച്ച് വലിച്ച് പൊട്ടിച്ച് ഓടി. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് തൊട്ട കടക്കാരൻ വന്നിട്ടാണ് ഇയാളെ പിടിച്ചത്. പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി പിടിച്ചു വെച്ചു. പിന്നെ പോലീസിൽ ഏൽപ്പിച്ച് പോലീസ് വന്ന് അയാളെ കൊണ്ടുപോയി. ജംഷീർ കൊടഞ്ഞി ചേർന്നുണ്ട്. ജംഷീർ, പ്രതിയെ പോലീസിനെ ഏൽപ്പിച്ചോ? ആരാണ് പിടിയിലായത്? ഇദ്ദേഹം സ്ഥിരം മാലമോഷ്ടാവാണോ? സച്ചിൻ, ഈ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇയാൾ മോഷ്ടാവാണെന്നുള്ളത് തന്നെയാണ് വിവരം. കാരണം ഇയാൾ എത്തിയ ബൈക്കും മോഷ്ടിച്ചതാണ് എന്നുള്ളതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 12:50 ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആളുകളൊന്നും ഈ പരിസരത്ത് ഉണ്ടാകില്ല. എല്ലാവരും പള്ളിയിൽ പോകുന്ന സമയത്തുകൊണ്ട് അത് പ്രതീക്ഷിച്ച് കൃത്യമായി പ്ലാൻ ചെയ്തായിരുന്നു വന്നിരുന്നു. പക്ഷേ സമീപത്ത് ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മാല നഷ്ടപ്പെട്ട ഇവർ ബഹളം വെച്ചതോടെ സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഓടിയെത്തിയാണ് ഇവരെ ഈ മോഷ്ടാവിനെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. കടയിൽ ബിന്ദു മാത്രമാണ് എന്ന് മനസ്സിലാക്കി. മറ്റു ജീവനക്കാരെല്ലാം തന്നെ പള്ളിയിൽ പോയി എന്ന് മനസ്സിലാക്കിയാണ് ഈ മോഷ്ടാവ് എത്തിയിരുന്നത്. എന്നാൽ ബിന്ദുവിന്റെ ശബ്ദം കേട്ട് ഈ ബൈക്കുമായി എത്തി കടയിലെത്തി സാധനം വേണമെന്ന് പറഞ്ഞ് സാധനം എടുക്കാൻ ബിന്ദു തിരിഞ്ഞ സമയത്താണ് ഇയാൾ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ച് ഓടാനുള്ള ശ്രമം നടത്തിയത്. ബിന്ദുവിന്റെ ശബ്ദം കേട്ട് സമീപത്തുണ്ടായിരുന്ന മറ്റുള്ളവർ ഓടിയെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. തുടർന്ന് പോലീസിന് കൈമാറുകയായിരുന്നു. നിലമ്പൂർ കാട്ടുമുണ്ട സ്വദേശി പറമ്പൻ നജ്മലിനെയാണ് പോലീസിന് കൈമാറിയിരിക്കുന്നത്. ഇയാൾ ഓടിച്ചിരുന്ന സ്കൂട്ടർ 3 ദിവസം മുൻപ് കോഴിക്കോട് നടക്കാവ് ഭാഗത്തു നിന്നും മോഷ്ടിച്ചതാണെന്നാണ് പോലീസ് പറയുന്നത്. വാഹന ഉടമ നടക്കാവ് സ്റ്റേഷനിൽ വണ്ടി നഷ്ടപ്പെട്ടതായി കാണിച്ച് പരാതിയും നൽകിയിട്ടുണ്ട്. ഏതായാലും ബിന്ദുവിന്റെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരി.